ഹലോ ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ അൺബോക്സ് ചെയ്ത സെക്കൻഡ് സിറ്റപ്പാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ഞാനിതിനെ പരിചയപ്പെട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിനെ എക്സസൈസ് ചെയ്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിലെങ്ങനെയാണ് വയറിൻ്റെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അല്ല, കുറച്ച് എക്സസൈസുകൾ വയറിൻ്റെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ തറയിൽ വെച്ച്, തറയിൽ തുടച്ച് പൊടിയെല്ലാം കാണിച്ചിട്ട് എന്നിട്ട് വേണം വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ച് ഈ ലിവർ ഒന്ന് താഴത്തേക്ക് ഇങ്ങനെ അമർത്തുക. പോരുന്നില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് കാലിങ്ങനെ കയറ്റി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ കാല് പൊങ്ങി പോകാണ്ടിരിക്കാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇനി ഞാൻ എക്സസൈസ് ചെയ്യുന്ന കാണിച്ചു തരാം. ഇതാണ് ഇതിൽ ആദ്യത്തെ എക്സസൈസ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, നമ്മൾ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും പാടില്ല, കിടന്ന് റെസ്റ്റ് ചെയ്യാനും പാടില്ല. അതായത് ഇരിക്കുമ്പോൾ നമ്മളെ മസിൽസ് ഒന്നും എൻഗേജഡ് അല്ല, അതുപോലെ തന്നെയാണ് കിടക്കുമ്പോഴും നമ്മളെ മസിൽസ് ഒന്നും എൻഗേജഡ് ആവില്ല. പ്രത്യേകിച്ച് വയറിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ മസിൽസ് എപ്പോൾ എൻഗേജഡ് ആയിരിക്കണം. അതായത് ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 90 ഡിഗ്രിയിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ എക്സസൈസ്. അതായത് 89 ഡിഗ്രിയിലും 1 ഡിഗ്രിയിലും ഇടയിൽ, അങ്ങനെയാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ 0-ലൊക്കെ പോയാലും റെസ്റ്റായി, 90 ഡിഗ്രിയിലേക്ക് പോയാലും റെസ്റ്റായി. അപ്പോൾ റെസ്റ്റ് ഇല്ലാതെ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പിന്നെ നമ്മൾ ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ വാമിങ് അപ്പ് എക്സസൈസ് ചെയ്തിരിക്കണം. അത് ഞാൻ എൻ്റെ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കും. പിന്നെ വയറിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യമെല്ലാം പല വീഡിയോകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സ്പൈൻ നേരെ ആയിരിക്കണം. പിന്നെ ചിലവർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴുത്തിങ്ങനെ ചുട്ടിക്കൂട്ടും. അതൊരിക്കലും പാടില്ല. അത് കഴുത്തിന് വല്ലാത്ത വേദനയും പിന്നെ സ്പൈൻ നേരെയില്ലെങ്കിലും നടുവേദനയും വരും. പിന്നെ ഇന്നിപ്പം ഞാൻ കാണിച്ച എക്സസൈസ് നമുക്ക് തുടക്കക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ 3 പാർട്ടായിട്ടാണ് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ കൈവച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കൈവച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ കൈവച്ചിട്ട് ഫസ്റ്റത്തെ പാർട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും ഇത് ഭയങ്കര ഈസിയാണല്ലോ എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈസിയാന്ന് തോന്നുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ സ്ട്രെങ്ത് ആവും. അപ്പോൾ സ്ട്രെങ്ത് ആകുന്നതിനനുസരിച്ചിട്ട് പിന്നത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ 3 പാർട്ട് എക്സസൈസുകൾ. പിന്നെ ഒരു കാര്യം, നമ്മളിത് ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 10-15 എണ്ണം ചെയ്യാൻ പറ്റും ഫസ്റ്റ് ദിവസം. പിന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര വേദനയായിരിക്കും. അടിവയറും ഇവിടെയോ നല്ല വേദനയായിരിക്കും. അപ്പം പിറ്റേ ദിവസം നമ്മൾ വേദന ഒന്നും ചെയ്യണം. കാരണം വേറൊന്നുമില്ല, നമ്മളത് ചെയ്ത് നമ്മളെ വെയിറ്റുള്ള ബോഡി താങ്ങുമല്ലേ. അപ്പം പിന്നെ ഇവിടെ നല്ല വേദന ഉണ്ടാവും. അപ്പം നമുക്ക് വയറിന് എഫക്റ്റ് ആകുന്നുണ്ടെന്നാണ് അതിനുള്ള ഇത്. അപ്പോൾ അത് നിങ്ങൾ വേദന ആയാലും പിന്നെ നമ്പർ കുറച്ചാലും പിന്നെ ചെയ്യാണ്ടിരിക്കരുത്. ഇത്രയും എക്സസൈസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം വേദനയെല്ലാം പോയി, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് മാറിപ്പോകും. ഈ എക്സസൈസ് എല്ലാം ചെയ്ത് നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലും കുറച്ചുകൂടി ടഫായി എക്സസൈസായി ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പം മുട്ട് മടക്കിയിട്ടല്ലേ ചെയ്തത്, അപ്പോൾ ഇനി കാലം നിവർത്തി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതും ഞാൻ ഈ കഴിഞ്ഞ പോലെ തന്നെ 3 പാർട്ടായിട്ട് തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഒരടിക്ക് കിടന്ന് ചെയ്താൽ നമുക്ക് നല്ലോണം നടുവേദന വരും. അതുകൊണ്ട് ഇത് ഞാൻ 3 പാർട്ടായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അപ്പോൾ കാലം എങ്ങനെ കയറ്റി വെക്കേണ്ട നോക്കുക. ഇങ്ങനെ വെച്ച് കൈ ഇങ്ങനെ തന്നെ വെച്ച് ചെയ്യാം. ഫസ്റ്റിലത്തെ പാർട്ട്, ഇനി സെക്കൻഡ് പാർട്ട്.
ഇനി ഏറ്റവും ലാസ്റ്റിലത്തെ അതാണ് ഞാൻ നിങ്ങളോട് ഫസ്റ്റ് തന്നെ അത് ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ ചെയ്ത് നമ്മളൊന്ന് ശക്തിപ്പെട്ടാൽ അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നടുവേദന ഉറപ്പായിട്ടും വരും. ലാസ്റ്റിലത്തെ അടുത്തത് ക്രോസ് സിറ്റപ്പാണ്. അതായത് നമ്മൾ ഇവിടുത്തെ തൂങ്ങലില്ലേ അതെല്ലാം പോയി നമ്മൾ അരക്കെട്ടൊന്ന് ട്യൂൺ ആകാൻ വേണ്ടിയുള്ള എക്സസൈസ്. അടുത്തത് ലെഗ് റൈസ്. അപ്പോൾ സിറ്റപ്പ് ബാർ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ചെയ്യുമ്പോൾ കാല് നമ്മൾ നിലത്ത് റെസ്റ്റ് ചെയ്യാൻ പാടില്ല. അടുത്തത് ഈ ഭാഗത്തിന് വേണ്ടിയുള്ള എക്സസൈസ്. കിടന്നുകൊണ്ടുള്ള അടുത്ത എക്സസൈസ്. അടുത്തത് 2 തരം പ്ലാങ്ക്. ഇത് 1 മിനിറ്റെങ്കിലും നിൽക്കാൻ ശ്രമിക്കണം. ഇനി അടുത്തത് അപ്പോൾ കാലിൽ വെക്കുന്ന ഇങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് സിറ്റപ്പ് ബാറിൽ ഇന്ന് ഞാൻ ചെയ്ത വയറിൻ്റെ കുറച്ച് എക്സസൈസുകൾ. അപ്പം നിങ്ങളിത് 3 സെറ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ കാണിച്ചത് മുഴുവൻ ഒരു പ്രാവശ്യം ചെയ്തു, പിന്നെ 2ാമത്തെ പ്രാവശ്യം ചെയ്തു, പിന്നെ 3ാമത്തെ പ്രാവശ്യം ചെയ്തു. അങ്ങനെ 3 സെറ്റായിട്ട് ചെയ്യണം. പിന്നെ വീണ്ടും ഞാൻ പറയാം, ഫസ്റ്റ് ചെയ്യുമ്പം പോയല്ല പിറ്റേ ദിവസം വയറിന് നല്ല വേദനയുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിർത്തിക്കളയാൻ പാടില്ല. നമ്പർ കുറച്ചാലും എക്സസൈസ് ചെയ്യണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.